ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ്. ഫ്രണ്ട്സ്, അതിന് വേണ്ടുന്ന ഒരു ഹീലിംഗ് മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ മേൽ നമ്മൾ ഈ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, അവരെപ്പോഴെങ്കിലും ശരിയാകും എന്നുള്ള രീതിയിൽ നമ്മളൊരു ഹോപ്പ് നിലനിർത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ അഡിക്ഷനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ സ്പോയിൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധം ഫിക്സ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ബെഗ്ഗിങ് എനർജിയിലായിരിക്കും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുന്നുണ്ടാകും. ഇതൊക്കെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ മുകളിലാണ് നമ്മൾ ഈ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെയോ ആ വ്യക്തിയുടെ ഇമോഷൻസിനെയോ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എത്ര ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും അവരെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റിംഗ് ഗോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹീലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ലെറ്റിംഗ് ഗോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുക? ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ആ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഇന്നർ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി ലെറ്റിംഗ് ഗോ ചെയ്യുക? അതിനാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്വയം ഒരു കാര്യം നിരന്തരം പറയുക. എത്ര പ്രാവശ്യം പറയാമോ അത്രയും പ്രാവശ്യം പറയുക. അതായത്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ മേൽ ഞാൻ ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്യാൻ പോവുകയില്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ മേൽ ഞാൻ ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്യാൻ പോവില്ല. അവരെന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നതോ ഒരിക്കലും എൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഇനി ബെഗ് ചെയ്യാൻ പോവില്ല. ഞാൻ ഒരു കാരണവശാലും ഈ ബന്ധത്തെ ഫിക്സ് ചെയ്യാൻ പോവില്ല എന്നൊരു തീരുമാനം നമ്മുടെ മനസ്സിനെ നിരന്തരമായിട്ടൊന്ന് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് കരുതി അതുകൊണ്ട് എല്ലാം ആയി എന്നുള്ളതല്ല. വീണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവരുടെ ആ ഓർമ്മകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ അലയടിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മുഖം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് അനുഭവപ്പെടുക? ഫിസിക്കലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടാകും. വയറിനകത്ത് എന്തെന്നില്ലാത്തൊരു കത്തൽ പോലെ, ഒരു കാളൽ പോലെ, ഒരു വെപ്രാളം പോലെ, നമ്മുടെ ഈ ഹൃദയഭാഗത്ത്, ഈ നെഞ്ചിന്റെ അവിടെ എന്തെന്നില്ലാത്തൊരു സഫോക്കേഷൻ, ഒരു എന്തെന്നില്ലാത്തൊരു ഭാരം, അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുക, ഇനി ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ ഫിസിക്കലി തന്നെ നമ്മൾ ആകെ ടയേർഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എവിടെയാണോ നമുക്ക് ആ സഫോക്കേഷൻ ഉണ്ടാകുന്നത് ആ ഭാഗത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക. എന്താണോ സംഭവിക്കുന്നത് അത് സംഭവിക്കട്ടെ. അലൗ ചെയ്യുക. ഒരു കാരണവശാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. എന്താണോ സംഭവിക്കുന്നത് അതെന്റെ ശരീരത്തിലൂടെ അങ്ങ് സംഭവിച്ചു പോകട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഭാഗത്തെ കൃത്യമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. അത് നെഞ്ചിന്റെ ഭാഗമായിരിക്കാം, വയറിന്റെ ഭാഗമായിരിക്കാം, ഇനി ത്രോട്ടിന്റെ ഭാഗമായിരിക്കാം. കൃത്യമായ ഒരു രീതിയിൽ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പെട്ടെന്ന് തന്നെ എറേസ് ചെയ്യപ്പെട്ടു പോകുന്നതായിട്ട്, മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. നിരന്തരമായിട്ട് എന്ത് കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് ഏതൊരു കാര്യം നമ്മൾ സ്വന്തമാക്കുന്നതും, ഏതൊരു കാര്യത്തെ ഒരു ഹാബിറ്റിനെ ഇല്ലാതാക്കുന്നതും, ഒരു ഹാബിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതും നിരന്തരമായിട്ടുള്ള റിപ്പീറ്റേഷനിലൂടെയാണ്. ആ രീതിയിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിക്കേ. നമുക്ക് എഴുന്നേറ്റ് ഓടാനും എന്തെന്നില്ലാത്തൊരു ബുദ്ധിമുട്ടും ഒക്കെ ആ സമയത്ത് ഫീൽ ചെയ്യും. പക്ഷേ അത് അലൗ ചെയ്യുക. നമ്മുടെ ശരീരത്തിലേക്ക് അതങ്ങ് അലൗ ചെയ്യുക. അത് സംഭവിച്ചിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ടങ്ങ് പോകട്ടെ. നമ്മൾ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നു, പുറത്ത് നിൽക്കുകയാണെങ്കിൽ അകത്തോട്ട് കയറി ഇരിക്കാൻ തോന്നുന്നു, എന്തെന്നില്ലാത്തൊരു സഫോക്കേഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതുമായിട്ട് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രശ്നത്തിന് കാരണമായി മാറുന്നത്. നമ്മൾ കൃത്യമായിട്ട് ആ പ്രശ്നമുണ്ടാകുന്ന ആ ഭാഗത്തേക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ തിരമാലകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അത് ഒടുങ്ങി അവസാനിക്കുന്നത് പോലെ, അത് ശാന്തമായി തീരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തു തുടങ്ങും. അതൊരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, നിരന്തരമായിട്ട് അത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മൾ മനസ്സുകൊണ്ട് അതങ്ങ് അലോ ചെയ്തു, അതങ്ങ് സംഭവിച്ചു, അത് കഴിഞ്ഞു. ശേഷം മനസ്സുകൊണ്ട് പറയുക, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കും ഞാൻ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അഫർമേഷൻ കൂടി നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഇത് പവർഫുൾ ആയിട്ടൊരു ഹീലിംഗ് മെത്തേഡാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ മേൽ ഞാൻ ഫോഴ്സ് ചെയ്യില്ല. ഇനി അവരുടെ ഓർമ്മകൾ വരുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ബുദ്ധിമുട്ട്, ഒരു ഫിസിക്കൽ സ്റ്റാറ്റസ് നമ്മൾ നിരീക്ഷിക്കുന്നു. എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുമായി ഫൈറ്റ് ചെയ്യേണ്ട, അതിനെ അലോ ചെയ്യുക. എന്ത് സംഭവിക്കട്ടെ, സാരമില്ല. ആ ഒരു രീതിയിൽ അവിടേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യുമ്പോൾ ആ തിരമാലകളുടെ ഓളം പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ.
അതിനുശേഷം ഈ ഒരു അഫർമേഷൻ കൂടി പറയുക, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്, സമാധാനത്തിലേക്ക് ഞാൻ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നിരന്തരം പറയുന്നതിലൂടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ ലെറ്റിംഗ് ഗോ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. എന്തിനെ നമ്മളൊന്ന് അലൗ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളെ ഹീൽ ചെയ്യുവാനും അതുപോലെ തന്നെ പേഴ്സൺ അഡിക്ഷനിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് തക്കതായിട്ടുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സുകളിൽ പങ്കാളികളാകാം. 10 ദിവസത്തെ ഈ ഒരു കോഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്ത് കിടക്കുവാൻ കഴിയുന്നതാണ്. താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു.